ഹലോ, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളൊരു സിനിമ കാണാൻ പോവാണ് കേട്ടോ. സിനിമ പുഷ്പ 2. ഉച്ചയ്ക്കായിരുന്നു ഷോ. ഉച്ചയ്ക്കുള്ള ഷോയ്ക്കാണ് കാണാൻ പോകുന്നത്. 2 മണിക്കാണ്. അപ്പോൾ ഓൾറെഡി നേരം വൈകി. അവിടെ എത്താൻ വേണ്ടിയിട്ട് 1:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ഇനി വേഗം എത്തുന്ന പ്രതീക്ഷയിലാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഗൗരവത്തിലായിരിക്കുന്നത്. കാരണം ഞാൻ ഇറങ്ങാൻ നേരം വൈകി. അതിൻ്റെ ദേഷ്യത്തിലാണ് ചേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോട്ടക്കൽ തിയേറ്റർ, ലീന തിയേറ്റർ എന്നാട്ടോ ഈ ഫിലിം കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ 2 മണിക്കൊരു 5-10 മിനിറ്റൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ തിയേറ്ററിൽ എത്തുന്നത്. ഏട്ടനാണെങ്കിൽ എന്നോട് ഭയങ്കര ഗൗരവത്തിൽ ദേഷ്യം പിടിച്ച് നിൽക്കുക. കാരണം നേരെ വൈകിയത് ഞാനാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓൺലൈനിലായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു വേഗം പോയിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് വരും. എനിക്കാണെങ്കിൽ അറിയില്ല. പക്ഷെ ദേഷ്യം പിടിച്ചിരിക്കായതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ട് അവിടെ ചെന്ന് നോക്കട്ടെ വിചാരിച്ച് അതും കൊണ്ട് പോയി. ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പോൾ എങ്ങനെയോ ഒപ്പിച്ചെടുത്ത് എന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് നിങ്ങളെ ജാടയിൽ അത് കൊണ്ട് വന്ന് തിരിച്ച് ഞങ്ങൾ എന്നിട്ട് തിയേറ്ററിലേക്ക് കയറി. അന്നപ്പോൾ കുറേ പേരൊക്കെ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് വന്നു. ഞങ്ങളുടെ ഇടയത്തുള്ള സീറ്റൊക്കെ കാലിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇൻ്റർവെല്ലായി ഗൈസ്. അപ്പോൾ എനിക്ക് ഐസ്ക്രീം വേണം. അപ്പം ഞാൻ ഏട്ടനും കൂടി പുറത്തിറങ്ങി. അവിടെ വന്നപ്പോൾ QR കോഡും ഇല്ല. പൈസ കയ്യിലുള്ളതുകൊണ്ട് ഒരു ഐസ്ക്രീം കിട്ടി. എനിക്ക് മാത്രം ഐസ്ക്രീം. ഏട്ടന് തൊണ്ടയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാനൊരു ഐസ്ക്രീമും വാങ്ങി, ചേട്ടനൊരു പോപ്കോണും വാങ്ങി. 50 രൂപ. അങ്ങനെ അത് രണ്ടും വാങ്ങി. സിനിമ കഴിഞ്ഞിട്ടോ. സിനിമ കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് കഴിഞ്ഞ അപ്പം തന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ബോറെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പോരാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇങ്ങനെ പോവുകയാണ്. എങ്ങോട്ട് പോകേണ്ട പ്ലാനൊന്നുമില്ല. ജസ്റ്റ് ഒന്നെങ്കിൽ വീട്ടിൽ പോവും, അല്ലെങ്കിൽ അവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ചിട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങനെ പോരുമ്പോഴാണ് റോഡ് സൈഡിൽ ഞാനിത് കണ്ടത്. ഈ പൂക്കൾ എന്തൊരു ഭംഗിയാണ്. അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു എനിക്ക് അതിൻ്റെ മുന്നേ ഒന്നൊരു വീഡിയോ എടുക്കണം. അപ്പോൾ ഏട്ടൻ എന്തോ ആദ്യമായിട്ട് ഇങ്ങനെ, സാധാരണ ഞാനങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാറുണ്ട് പോണ ആളാണ്. അന്ന് എൻ്റെ പുഷ്പ 2 കണ്ട ഹാങ് ഓവറിലാണ് തോന്നുന്നത്. ബൈക്ക് തിരിച്ച് എന്നോട് പറഞ്ഞാൽ ആ വീഡിയോ എടുത്തോ. ഞാൻ ആ ചേട്ടനോട് വെച്ചൊരു വീഡിയോ എടുത്തോട്ടോ. അപ്പോൾ എടുത്തോ എന്ന് പറഞ്ഞു. സന്തോഷമായിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. പിന്നെ ഞങ്ങളിങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് തലവേദനിച്ചിട്ട് ഒരു ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഒരു ചായ കുടിക്കാൻ പറ്റിയ കട തപ്പായിരുന്നു. അങ്ങനെ കോട്ടക്കലിൽ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്തപ്പോൾ ഇത് കോട്ടക്കലിലെ കാടാമ്പുഴയ്ക്ക് പോണ റോഡാട്ടോ. അവിടെ കുറേ ചെറിയ കടകളുണ്ടായിരുന്നു. നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഒരു കടയില്ല. ഏട്ടനങ്ങനെ ഇനി ഇവിടെ കട ഉണ്ടായിരുന്നു പറഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അവിടെയാണെങ്കിൽ ഒരു കട പോലും കാണില്ല. എനിക്ക് ദേഷ്യം വരലുണ്ട്. തലവേദനിച്ചിട്ട് മനുഷ്യൻ ഒരു ചായ കുടിക്കാൻ നോക്കുമ്പോൾ അപ്പോൾ അതാ ഹോട്ടൽ തുപ്പിക്കട. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിർത്തുന്നു. അവിടെ നിർത്തിയില്ല. അത് കഴിഞ്ഞത് ചായയും കടീസ് പറഞ്ഞൊരു കട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടൻ ഇവിടെ നിർത്തും. അപ്പോൾ ഏട്ടൻ അവിടെയും നിർത്തിയില്ല. ലാസ്റ്റ് അതിൻ്റെ മുന്നേ പോയിട്ട് ഇങ്ങനെ പോയി വരുമ്പോൾ ഈ കട കണ്ടു. ചായ ക്ലബ്ബ് എന്നൊന്നും എന്തുവാണ് ഈ കടയുടെ പേര്. അപ്പോൾ കുഴപ്പമില്ല. അവിടെ കയറി കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ കൊള്ളാൻ നല്ല രസമുണ്ടായിരുന്നു. മുകളിൽ കയറിയപ്പോൾ അതിലേറെ രസം, നല്ല വൈബ്. ഞങ്ങൾ അവിടെ കയറി വരുമ്പോൾ അവിടെ കുറച്ച് നല്ല ഏജ്ഡായ കുറച്ച് ആങ്കിൾമാർ മാത്രം ഉണ്ടായിരുന്നത്. അവരവിടെ ഇരുന്ന് ചായ കുടിച്ച് വർത്താനമൊക്കെ പറയുമായിരുന്നു. ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഓരവിടെ നിന്ന് സ്ഥലം വിട്ട് ഓരോ വർത്താനം കഴിഞ്ഞതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആദ്യം ഇവിടെ ഇരുന്ന് ഏട്ടനാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് മൈക്കൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. നല്ല മൂഡിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ മൈക്കൊന്നും വർക്കാവില്ല എന്ന് കണ്ടപ്പോൾ കംപ്ലീറ്റ് മൂഡും പോയി. പിന്നെ വീഡിയോ എടുക്കാനും വയ്യ, റീൽസ് എടുക്കാനും ഒന്നിനും മൂഡില്ല. പിന്നെ അവിടെ നിന്ന് പോയാൽ മതി എന്നായി. ഞാൻ പിന്നെ അവിടെ ഇരുന്നിട്ട് എൻ്റെ വക എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ഇടാമല്ലോ വിചാരിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടും. അപ്പോഴേക്കും അവിടെ ഞങ്ങൾക്കുള്ള ചായയും വെജ് ബർഗറും ഒരു ചിക്കൻ സമൂനയും അങ്ങനെ ഒരു സംഭവം കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ അവിടെ ഇരുന്നാണ്ട് ചായയും കടിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്ത് വർത്താനൊക്കെ പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. അങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഇല്ല, നമുക്ക് വീഡിയോസൊക്കെ എടുക്കുകയും ചെയ്യായിരുന്നു. കുറേ നേരം ഇങ്ങനെ മുകളിലിരുന്ന്. അപ്പം ഇന്നത്തെ റീൽസിനുള്ളതായി ഗൈസ്. അപ്പം ഞാനൊരു വീഡിയോ എടുത്ത് ചായ കുടിക്കുന്ന ഒരു റീൽസ് എടുത്തു. ആ ബർഗറിൻ്റെ ഉള്ളിൽ നിന്ന് ചീസൊക്കെ ഒലിക്കൽ തുടങ്ങി. എന്നിട്ടും തിന്നാൻ തുടങ്ങിയിട്ടില്ല. വീഡിയോ എടുത്ത് കഴിയണ്ടേ. അങ്ങനെ
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ സമയം അവിടെ ഇരുന്നു. പോകണ്ട, അവിടെ ഇരിക്കുക, വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ മൂഡ് ഓഫായി. ഏട്ടന് ചെറിയ കാര്യം മതി എന്തെങ്കിലും മൂഡ് ഓഫ് ആവാൻ വേണ്ടിയിട്ട്. മൈക്ക വർക്കാണില്ല എന്ന് കണ്ടപ്പോഴും കടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന ആയി തുടങ്ങി. ഞങ്ങളിവിടെ 7 മണിയൊക്കെ ആവാനായി അവിടെ ഇരുന്ന് എന്നിട്ടും അവിടെ നിന്ന് പോരാനൊന്നും തോന്നിയില്ല. അപ്പോഴേക്കും എനിക്ക് പിന്നെ തലവേദനിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം. കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് തലവേദനയ്ക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. അപ്പം ഞങ്ങൾ പിന്നെയും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു അനാർ ജ്യൂസ് ഓർഡർ ചെയ്ത്, ഏട്ടൻ ഒരു ബൂസ്റ്റ്, നല്ല സ്ട്രോങ് ബൂസ്റ്റ്. ആദ്യം കഴിച്ചിരുന്ന വെറും ചായ അല്ല കേട്ടോ, രണ്ടാളും ജിഞ്ചർ ടീ ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു അനാറും കൂടി കഴിച്ച സമയം അപ്പോഴേക്കും കുറച്ച് സുഖമായി. അപ്പോഴേക്കും ഏട്ടൻ അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്.